നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്നെ നിലനിർത്തുന്നു, എന്നെ ഞാൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർഷകർ നിലനിൽക്കുന്നു, മണ്ണിൽ നല്ല എന്താ പറയുക, മണ്ണിനെ സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു, അവിടുത്തെ ഇക്കോസിസ്റ്റം നന്നാകുന്നു. നിങ്ങളുടെ 100 രൂപയെങ്കിലോ 180 രൂപയിലോ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാൻ ആളില്ലാതായി, അതിനോട് ബാധ്യതയില്ലാത്തവരായി. എൻ്റെ നിലനിൽപ്പ് എന്തിനാണ്, അല്ലെങ്കിൽ ബിജിയുടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നത് പേഴ്സണലി അവർ പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ അവർ ചിന്തിച്ചിട്ടുമില്ല. ബിജി നിലനിൽക്കണോ, ബിജിയെപ്പോലെ ഒരാൾ ഞാൻ മാത്രമെന്നല്ല പറയുന്നത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന, ഭക്ഷ്യമേഖലയിൽ ഇതുപോലെ നിൽക്കുന്ന ഒരാൾ വേണ്ടേ? ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, ഞാൻ വേണ്ടേ? എന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇതിനകത്ത് ഈ ഉറക്കമില്ലാത്ത രാത്രികളും, സ്ട്രെസ് മാനേജ്മെൻറ്റ്, സിംഗിൾ പേരൻറ്റിങ്, മക്കളുടെ കാര്യങ്ങൾ. ഞാനൊക്കെ അനുഭവിച്ചൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം പെരിഷബിളാണ്. നമുക്ക് ഓഫർ, ഞാൻ എൻ്റെ കടയിൽ ഒരിക്കലും ഓഫർ ഇട്ടിട്ടില്ല. ഓഫറിൽ ആരും വാങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ. ഇപ്പം എൻ്റെ കട പൂട്ടി പാലക്കാട് യൂണിറ്റിൽ കൊണ്ടിട്ട് എൻ്റെ ജോലിക്കാരോടെല്ലാം ഞാൻ വെറുതെ സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, വേണ്ട ചേച്ചി, നിങ്ങൾ വന്നിട്ട് തന്നാൽ മതി, നിങ്ങൾക്കതിൽ എന്ത് വേണം, നിങ്ങൾക്ക് വേണ്ടത് എനിക്കറിയില്ലല്ലോ, കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ കൊടുക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒന്ന് വേറെയാണ്. ഞാൻ 1 രൂപ ഓഫറിൽ ഒരു സാധനം ഇട്ടിട്ടില്ല. ബിക്കോസ് എൻ്റെ സാധനം അങ്ങനെ ഓഫറിൽ, എൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഓഫറിൽ കിട്ടേണ്ടതല്ല. കാര്യം പെയ്ഡായിരുന്നു എൻ്റെ പ്രൊഡക്റ്റുകൾ. എൻ്റെ ഫാർമർക്ക് കൊടുക്കാനുള്ള അവസാനത്തെ 1 രൂപയും കൊടുത്തിട്ടാണ് എൻ്റെ കടയുടെ ഷെൽഫിൽ ആ പ്രൊഡക്റ്റ് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ പണിക്കാർക്ക് കൊടുക്കാനുള്ള കൂലിയുടെ 1 രൂപ പോലും മിച്ചമുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഷെൽഫിൽ കയറുള്ളായിരുന്നു. അത്രയ്ക്ക് സത്യസന്ധമായി ഇൻഡസ്ട്രിയിൽ നിന്ന ഞാൻ ഇത് നിർത്തണം എന്നെ തോന്നിപ്പിച്ച കാര്യങ്ങൾ എന്ന് ഒന്നല്ല. അതിന് ഇവിടുത്തെ സമൂഹത്തിൻ്റെ പ്രതികരണ ശേഷിയുടെ, അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടാണ് ഗവൺമെൻറ്റിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ആ ഗവൺമെൻറ്റിൻ്റെ നടത്തിപ്പുകാരെന്ന് പറയുന്ന മിനിസ്റ്റേഴ്സ്. അപ്പോൾ പത്രവാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരും, ശ്രദ്ധിക്കണം. സർക്കാർ കോടികളുടെ പദ്ധതി കൃഷിക്കായിട്ട് ഇട്ടു, 125 കോടി സെൻട്രൽ, 270 കോടി സെൻട്രൽ പദ്ധതികൾ വരുന്നു. നമ്മളൊന്ന് ചെന്നൈ കടലാസുമായിട്ട് ഏതെങ്കിലും ബാങ്കിലോട്ട്, സെൻട്രൽ അങ്ങനെയൊക്കെ പറയും, സ്റ്റേറ്റും പറയും, സംഭവം ഇവിടെ നിന്ന് കിട്ടില്ല. ഞാനൊരു വ്യക്തിയാണല്ലോ, എനിക്ക് ഞാൻ ചെറുതിലേ മുതലേ, എൻ്റെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തിലും സാമൂഹ്യമായി ബന്ധപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമുക്കതിന് അല്ല, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജനിച്ചു വരുമ്പോൾ സമൂഹത്തിനോട് ചില കാര്യങ്ങൾ നമുക്ക് കടമകളുണ്ടെന്ന് തോന്നുന്നവരാണല്ലോ ഏതെങ്കിലുമൊക്കെ. രാഷ്ട്രീയം അതിലൊന്നാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അല്ലേ. ഫാമിംഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായങ്ങളുള്ള ആളാണ്. എൻ്റെ അഭിപ്രായങ്ങളിലെ ശരി തെറ്റുകൾ എനിക്ക് അത് ഞാൻ എന്നെ ബോധിപ്പിക്കുമായിരിക്കും. പക്ഷേ എനിക്കൊരു കൂട്ടത്തോടു കൂടി അല്ലെങ്കിൽ കുറേ ആളുകളോട് ചേർന്ന് ഈ പദ്ധതി നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇത്രയും എന്താ പറയുക, എത്തിക്സ് കീപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഫുഡ് ഇൻഡസ്ട്രി. നാമമാത്രമായി പോലും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവർ ഈ ഭൂമുഖത്ത് കാണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു കൂട്ടത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു 100 പേരെ കൊണ്ട് ഞാനൊരു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു FPO ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ഈ ഉൽപ്പന്നത്തെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ഇതിലും കുറച്ച് അവിടെ കിട്ടും, ഇതിലും കുറച്ച് ഇവിടെ കിട്ടും. അത് വേണ്ട. ഞാൻ സ്ക്രൂട്ടണി ചെയ്ത്, ഞാൻ മനസ്സിലാക്കി, ഞാൻ പോയി താമസിച്ച്, ഞാൻ കഴിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു ഫാർമറെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ആക്കുന്നത്. അപ്പോൾ എനിക്കത് ഇവരെയൊക്കെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ FPOയുടെയും സൊസൈറ്റിയുടെയും പിന്നാലെ പോകാഞ്ഞത്. അപ്പോൾ FPOയും സൊസൈറ്റിയും കൊണ്ട് ഇവിടെ കൃഷിയിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഇവിടെ. ഇനി ഒരു വ്യക്തിക്ക് നീ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉറക്കെ പറയാൻ കഴിവുണ്ടെങ്കിൽ അവരെ ഇവിടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാ ഉള്ളേ? സർക്കാർ സംവിധാനങ്ങൾക്കല്ലേ. അപ്പോൾ ആ സർക്കാർ സംവിധാനങ്ങളുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് 150% ലോൺ തരാൻ അർഹതയുണ്ട് ബിജി, പക്ഷേ തരാൻ പറ്റില്ല. എന്താ കാര്യം?
അപ്പോൾ സാറേ സ്റ്റേറ്റ് സെൻട്രൽ ഇപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രൊജക്റ്റിൽ കൊളാട്രൽ സെക്യൂരിറ്റി പറയുന്നില്ലല്ലോ. അല്ല, അത് സെൻട്രൽ പറഞ്ഞിട്ടില്ല, പക്ഷെ സ്റ്റേറ്റ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ് സ്റ്റേറ്റ് ആ ഡിസ്ക്രിപ്ഷൻ വെക്കുന്നത്? നിങ്ങൾ അടച്ചില്ലെങ്കിൽ അത് ബാധ്യതയാകാത്ത വിധം ഗവൺമെന്റ് അതിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണ് തരുന്നത്. ഞാനൊരു വനിതാ സംരംഭകയായിരുന്നില്ലേ, എന്ത് ചെയ്തു നമ്മളെ നിലനിർത്താൻ? നമ്മളിത് ചെയ്യുന്ന ആരും അറിഞ്ഞിട്ടില്ലെന്നാണോ? ബിജി എന്ന് പറയുന്ന വ്യക്തി സംശുദ്ധ ഭക്ഷണത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനുമായിട്ട് ഇവിടെ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 2009 തൊട്ട് ഇത്രയും വർഷമായില്ലേ. അവരുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണടച്ചു. കേരളത്തിലെ ഈ സ്റ്റേറ്റ്, അതായത് AIF എന്ന് പറയും, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ, അതായത് നമ്മുടെ ആഫ്റ്റർ ഫാമിംഗ് ആണത്. ആഫ്റ്റർ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു കർഷകന് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനും അയാളുടെ റോ മെറ്റീരിയലിനെ സൂക്ഷിക്കാനും അത് ഉൽപ്പന്നമായി കൊണ്ടുവരാനും അതിൻ്റെ പാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ലോൺ ഫെസിലിറ്റിയാണ് AIF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വ്യക്തിക്ക് തന്നാൽ എന്താ കുഴപ്പം? അതൊരു വ്യക്തിക്ക് തരുന്നു, അവരെ നിങ്ങൾ മോണിറ്റർ ചെയ്തോ. അവർക്ക് ആദ്യം ഒരു ട്രയൽ ഒരു ലോൺ കൂടെ. അപ്പം ഞാൻ ഈ ലോണിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 25 ടൺ നെല്ല് സ്റ്റോക്കുണ്ട്. 25 ടൺ നെല്ലാണ് എൻ്റെ ഈ സ്റ്റോക്കുള്ളത്. എൻ്റെ സ്റ്റോക്കിനെ നിങ്ങൾ ഇതാക്കുക, എന്നിട്ട് അതിനെ കൊളാട്രലാക്കിക്കോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോക്ക് അതൊരു അസറ്റാണല്ലോ. നിങ്ങൾ എനിക്കൊരു ട്രയൽ ഒരു 10 ലക്ഷം രൂപ ആദ്യം, ചെറിയൊരു മിനി യൂണിറ്റ് ഉണ്ടാക്കട്ടെ. ആരും തന്നില്ല, ഒരു ബാങ്കും തന്നില്ല. പിന്നെ ഞാൻ എന്നെ നെഗറ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം പോയിട്ടുമില്ല. അപ്പം സഹകരണ വകുപ്പ് ചേർന്നുകൊണ്ടാണ്, സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മിനിസ്റ്ററെ കണ്ടു. ശ്രീ VN വാസവനായ സഹകരണ വകുപ്പ് മന്ത്രി എന്നെ എൻ്റെ 16 വയസ്സ് തൊട്ട് അറിയുന്ന ആളാണ്. ഇപ്പം ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ട ഒരു ബിജി അല്ല. കാര്യം ഞാൻ 16 വയസ്സ്, എൻ്റെ 15 വയസ്സ് തൊട്ട് ഞാൻ SFI കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ട്. SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന KM ഹിലാലാണ് എന്നെ കല്യാണം കഴിച്ചത്. ഇവരെല്ലാവരും കൂടെ വന്ന് കൂടി കല്യാണം കഴിപ്പിച്ചതെന്നാ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നും ഫ്ലഡ് കഴിഞ്ഞിട്ട് ഞാൻ പ്രതിസന്ധിയിലാണെന്നും 4 കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് അംബാസിഡർ ബിജി നാച്ചുറൽ എഡിബിൾസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു മുഖമാണ് അല്ലേ. മറുവശത്ത് ഞാൻ ആരാണ്? ഞാൻ 4 മക്കളെ വളർത്താൻ പാടുപെടുന്ന ഒരമ്മയാണ്. ആശയം കൈവിടാതെ, സത്യസന്ധത കൈവിടാതെ, ജനങ്ങളുടെ ആരോഗ്യം നശിക്കരുതെന്ന് കണ്ട് അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായ ഞാൻ മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പൊക്കെയുള്ള അരിമേളകളിൽ വന്ന് വളരെ നമ്മളെ പുകഴ്ത്തിയ ആ മന്ത്രി തന്നെ ഞാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പ്രസിഡൻറ്റിനോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ഈ പ്രസിഡൻറ്റിനെ അറിയുന്ന ആളാണ്, കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചു പറഞ്ഞു, കേരള ബാങ്കിൻ്റെ GM പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല. ഇനി സൊസൈറ്റികളുടെ FPOയുടെയും പുറകെ ഇവർ ഓടി നടന്ന് ലോൺ കൊടുക്കുക, വിളിച്ച് ലോൺ കൊടുക്കുക. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എറിയുന്നവൻ്റെ കൈ കല്ല് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അതൊരു സ്വജനപക്ഷപാതം ആണെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി വളർന്നുകൊണ്ട് എന്താകാനാ? നിങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. ബിജിക്ക് തന്നെ കൊടുക്കുന്നതാണോ 10 പേരുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നതാണോ ഗുണം? 10 പേരുടെ സൊസൈറ്റി ഇത് വെള്ളത്തിൽ കലക്കി ആ കാശ് കളഞ്ഞാലും വിഷയമില്ല. FPOയ്ക്ക് നഷ്ടം വന്നോട്ടെ, കുഴപ്പമില്ല, വ്യക്തി ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആശയം കൊണ്ട് നടന്നവർ തകർന്ന് തരിപ്പണമാകുകയാണ്. അവർ ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള അവസാന ഇതുവരെ കളയുകയാണ്. ഈ FPOs എല്ലാം ജെനുവിൻ ആകണമെന്ന് തന്നെ ഉണ്ടോ? FPOs ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് FPOകൾ പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ടൺ കണക്കിന് സാധനം കിടക്കുവാന്നേ, ഇതെവിടെ മാർക്കറ്റ് ചെയ്യാനാ? എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ് ഇവർ FPO തുടങ്ങി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല. ഇപ്പോഴും കോക്കനട്ട് ഓയിലിന് ഉണ്ടാക്കാൻ കെട്ടിടങ്ങൾ പണിയുന്ന FPOs ഉണ്ട്. ഇവിടെ കോക്കനട്ട് ഓയിൽ ഇല്ലേ? മുക്കിനുണ്ട്. പണ്ട് ഒരു ടൗൺഷിപ്പിൽ പോയിട്ട് നിങ്ങൾ 1 കിലോ വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ നിങ്ങൾ വീടിൻ്റെ വാതിക്കൽ ഇപ്പോൾ ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് വിൽക്കാൻ കിട്ടുകയാണ്. അപ്പോഴും അവരാലോചിക്കുന്ന ഇനിയും വെളിച്ചെണ്ണയ്ക്കൊരു യൂണിറ്റ് തുടങ്ങാനാണ്. ഇവിടെ ഒരു FPO അല്ലെങ്കിൽ ഒരു FPO ഉണ്ടാകുന്നു, സൊസൈറ്റി ഉണ്ടാകുന്നു, അതിന് ലോൺ കൊടുക്കുന്നു. ഇതിൻ്റെ വേറൊരു എൻഡ് ഔട്ട്പുട്ട് നോക്കണം. ഈ ഔട്ട്പുട്ടിൽ ഇവർ കൊണ്ടുവരാൻ വരുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യുമോ? അതിനകത്തിരിക്കുന്നത് 100 പേരാണ്, 10 പേർക്ക് ഇതിനെക്കുറിച്ച് ബോധം കാണത്തില്ല. പിന്നെ ആ AIFൻ്റെ ലോൺ കിട്ടാനും
നബാർഡിലുള്ളവരുടെ സഹായം കൊണ്ടുമൊക്കെ ഇവരിത് മേടിക്കുക. സമീപകാലത്ത് ഒരു FPO എന്നെ സ്ട്രോങ് ആയിട്ട് വട്ടമിട്ട് പിടിച്ചു കൂടെ നിൽക്കാൻ. ഞാൻ തൊഴുത് കൈ ഒഴിഞ്ഞു. കാര്യം എനിക്കത് പറ്റില്ല. കാര്യം അവർ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ മാർക്കറ്റിൽ ചവറ് പോലെ കിട്ടുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ കീഴിൽ പോയി നിന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ അരിയിൽ പിടിച്ചോ, ഞാൻ വരാം. എനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കാര്യത്തിൽ ഞാൻ വരാം. അതല്ലാതെ വെറുതെ ഒരു FPOയുടെ ഒരു ഭാഗമാകാൻ എന്നെ കിട്ടില്ല. എൻ്റെ സമയം വെറുതെ പോയാലും ഞാൻ അതിലേക്ക് തരില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അതിൻ്റെ ചെയർമാൻ ആദരണീയനായ ഒരു മനുഷ്യനാണ്, എന്നിട്ടും ഞാനത് സ്വീകരിച്ചില്ല. അങ്ങനെയൊന്നും നിലനിൽപ്പിനായി സ്വീകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. എനിക്കിപ്പോഴും എന്നെ ആവശ്യമുള്ളൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇവിടെ തന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.